തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ മൺകുടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരൻ മണ്ണുകൊണ്ട് അതിമനോഹരമായ ഒരു മൺകുടം ഉണ്ടാക്കി. ആ മൺകുടം ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായി, ഈ മൺകുടത്തിന് ജീവൻ ലഭിക്കണം. അങ്ങനെ എല്ലാ ദിവസവും ആ കലാകാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മൺകുടത്തിന് ജീവൻ നൽകണമേ. കലാകാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ മൺകുടത്തിന് ജീവൻ ലഭിച്ചു. എല്ലാ ദിവസവും ഒരുപാട് പേർ മൺകുടത്തിന് സമീപം വന്ന് മൺകുടത്തിൽ നിന്നും വെള്ളം സ്വീകരിച്ചു. ഒരുപക്ഷെ ഒരിക്കൽ കലാകാരൻ ആ മൺകുടത്തോട് ചോദിച്ചു, മൺകുടമേ, പലപ്പോഴായിട്ട് പല ആൾക്കാർ വന്ന് ഈ കുടത്തിൽ നിന്ന് നിന്നിൽ നിന്നും വെള്ളം സ്വീകരിക്കുന്നുണ്ട്. പലപ്പോഴും നിനക്ക് അവരൊരു ബുദ്ധിമുട്ടായി തീരാറുണ്ട്. പല പാത്രങ്ങൾ കൊണ്ട് അവർ നിന്നെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ടും എന്തേ നീ അവർക്ക് എന്നും തണുത്ത വെള്ളം മാത്രം നൽകുക? ഇത് കേട്ടുടനെ ആ മൺകുടം ചിരിച്ചുകൊണ്ട് കലാകാരനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം എന്നെ മണ്ണിൽ നിന്നും ഒരു മൺകുടമായിട്ട് രൂപപ്പെടുത്തി. കലാകാരനായ നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എനിക്ക് ജീവൻ നൽകി. പക്ഷേ എന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞാൻ മണ്ണിൽ നിന്നും വന്നതാണ്. ഒരു ദിവസം ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ അഹന്തയും ദേഷ്യവും പരാതിയുമൊക്കെ ഞാൻ കൊണ്ടു നടക്കുക? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുക്ക് വെള്ളത്തിന് വേണ്ടി വരുന്നവർക്ക് എപ്പോഴും ഞാൻ തണുത്ത വെള്ളം നൽകി അവരെ ആശ്വസിപ്പിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ട മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവൻ നൽകി. ഈ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, മണ്ണായി വന്ന നാം, മണ്ണിൽ നിന്നും വന്ന നാം മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്ന സത്യമാണ്. ഈ സത്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അഹന്തകളെയും പരാതികളെയും ദേഷ്യങ്ങളെയും കുറവുകളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമാകുന്ന ആ സത്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അനുദിന ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, ഞാനും നിങ്ങളും മണ്ണിൽ നിന്നു വന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നുള്ള സത്യമായിരിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.